അപ്പോൾ കൂട്ടുകാരെ ഇന്ന് എളുപ്പത്തിലൊരു 4 മണി പലഹാരം നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാ വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ നല്ല കളറൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നണം. അതുപോലെ തന്നെയാണ് കേട്ടോ ടേസ്റ്റും നല്ല കിടുവാണ്. അപ്പോൾ ഇതാ രാവിലത്തെ കുറച്ച് ദോശമാവ് ബാക്കിയുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ദോശമാവ് വെച്ച് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം. അപ്പം ഞാനിതാ അതൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഉഴുന്ന് ദോശയുടെ മാവാണ്. അപ്പം ഞാനൊരു ബൗളിൽ കുറച്ച് ഉള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മാവിലേക്ക് അതൊക്കെ ഒന്ന് തട്ടി, പിന്നെ ഞാൻ എടുത്തത് ഒരു ബൗളിൽ ഒരു കപ്പൊന്നും വേണ്ട കേട്ടോ, ഒരു 1/4 കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് മൈദപ്പൊടിയും ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഗോതമ്പ് പൊടി, അതാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആണല്ലോ. ശേഷം നമുക്ക് നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഗോതമ്പ് മാവും നമ്മുടെ ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഒന്ന് ആ ബാറ്ററിൽ എല്ലായിടത്തും എത്തണം. അപ്പോൾ അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ കായപ്പൊടി, അതായത് നമ്മുടെ സാമ്പാറിനെല്ലാം ഉപയോഗിക്കുന്ന കായപ്പൊടിയും കൂടി ഒരു പിഞ്ച് അത്ര മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഇഡലി മാവിൻ്റെ കൂട്ടാണ് കേട്ടോ. രാവിലെ ഉണ്ടാക്കിയ ഇഡലി മാവിൽ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അധികവും ഇത് ഇങ്ങനെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിനി എണ്ണ ചൂടായ എണ്ണയിലേക്ക് ഓരോ സ്പൂൺ വീതം നമുക്ക് മാവ് കോരി ഒഴിക്കാം. ഇത് നമുക്ക് കൂടുതൽ വലിപ്പത്തിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറച്ച് ചെറുതാക്കി ഉണ്ടാക്കാം. അപ്പം ഞാനിതൊരു സ്പൂണ് കണക്കാക്കിയിട്ടാണ് എടുത്തൊഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട, കാരണം നമ്മുടെ ഉഴുന്ന് തന്നെ ഓൾറെഡി നല്ലോണം പൊങ്ങി വരുന്ന ഒരു സാധനം. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ബേക്കിംഗ് സോഡയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ലോണം പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എണ്ണേൻ്റെ കുറച്ചൊരു കുറവുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അങ്ങനെ ഒഴിച്ചിട്ടില്ല, എന്നാലും നമ്മുടെ ആവശ്യത്തിനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം തിരിച്ചും മറിച്ചിട്ട് എടുത്ത് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കാം. അതിൻ്റെ കളറൊന്ന് മാറുന്ന വരെ ഒന്ന് മൊരിയിച്ചെടുക്കാം. പിന്നെ ഒരുപാട് എണ്ണയൊന്നും അങ്ങനെ നമ്മൾ വിചാരിക്കും ഒരുപാട് എണ്ണ വലിച്ചെടുക്കുമെന്ന്, പക്ഷേ ഇല്ല കേട്ടോ, അങ്ങനെ ഒരുപാട് എണ്ണയൊന്നും വലിച്ചെടുക്കൂല. കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള, പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. നമ്മൾ മൈദയൊന്നും ചേർക്കുന്നില്ലല്ലോ, നമ്മുടെ ദോശമാവും അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് മാവും കൂടി ചേർത്തിട്ടാണ്. പക്ഷെ നമ്മൾ ഈ ഗോതമ്പ് മാവ് ചേർത്താലും അത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതാ നന്നായിട്ട് നല്ല മൊരിയിച്ച് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഒഴിച്ചെടുത്ത് നല്ലോണം മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ സെക്കൻഡ് ട്രിപ്പ് ഒന്നും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്സ് നമുക്ക് വെറുതെ കഴിക്കാം, അല്ല നല്ലൊരു സാമ്പാറോ അല്ലെങ്കിൽ നല്ലൊരു ചട്നിയോ ഒന്നും വേണ്ട, നമുക്ക് അച്ചാറുണ്ടെങ്കിൽ അത് മതി. പക്ഷേ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, ഈ സ്നാക്സ് വെറുതെ കഴിക്കാനും നല്ല അടിപൊളിയാട്ടോ. പ്രത്യേകിച്ച് ഇത് ചൂടോടെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ അതിലും അടിപൊളിയാണ്. അപ്പോൾ ഇതാ നല്ലോണം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് സ്പേസ് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ എല്ലാം കൂടി പറ്റി പിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് നല്ലോണം കുക്കായി മൊരിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയി വരും കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡിയായി. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ഈ ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ. അതുപോലെ തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ലാസ്റ്റ് ട്രിപ്പാണ്. അപ്പം ഞാനിതാ കുറച്ചും കൂടി ഒരു 5 എണ്ണം കൂടി ഉണ്ടാക്കാനുള്ളതുണ്ട്. അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് കോരിയെടുത്ത് മാറ്റാം. ഇത് ശരിക്കും നമുക്ക് നമ്മുടെ കാരയപ്പച്ചട്ടി എന്നൊക്കെ പറയൂലേ, അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ കാരയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ പനിയാരം എന്ന് പറയും തമിഴ്നാട്ടിൽ ഇതിനെ, ആ ഒരു ടൈപ്പിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതാകുമ്പം ഇതുപോലെ എണ്ണ വേണ്ട, പക്ഷേങ്കിൽ ഇതുപോലെ എണ്ണയിലിട്ട് മൊരിച്ചെടുക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ പുറമേ നല്ല
ക്രിസ്പി ആയിരിക്കും. അതുപോലെ ഉള്ളിയും അതുപോലെ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാത്തിൻ്റെയും ആ ഒരു ഫ്ലേവർ കിട്ടുമ്പം നല്ല അടിപൊളി സ്നാക്സ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ദോശമാവ്, ഇഡ്ഡലി മാവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.